ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി റമദാൻ. ഇന്ന് നമ്മൾ അടീനിയത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഒരു ഫെബ്രുവരി പകുതിയൊക്കെ ആയപ്പോൾ അടീനിയം പ്രൂൺ ചെയ്യുന്നതും അതിന് മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ പ്രൂൺ ചെയ്യുന്ന വീഡിയോ ചെയ്തു. അന്നേരം നമ്മൾ ഫസ്റ്റ് ഏത് വള കൊടുക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ബാക്കി ഇതിൽ നമ്മൾ പ്രൂൺ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്ലാന്റിൽ നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വരാൻ തുടങ്ങി. ചില പ്ലാന്റിൽ 4-5 ഇലകളൊക്കെ വന്നിട്ടുണ്ട്, ചിലതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വളം കൊടുക്കാൻ പോവാണ്. ഏകദേശം 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലാന്റ് പ്രൂൺ ചെയ്തിട്ട്. ഇന്ന് ഞാൻ ഫ്ലവറിങ്ങിനുള്ള വളമല്ല കേട്ടോ കൊടുക്കുന്നത്. ചില ആളുകൾ 15 ദിവസം കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യാനുള്ള വളം കൊടുക്കാമെന്ന് പറയും. പക്ഷെ ഞാൻ കൊടുക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പ്ലാന്റ് ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ട് ഫ്ലവർ ചെയ്യാനുള്ള വളം കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ DAP പോലത്തെ പൊട്ടാഷ്യം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിൽ നിറയെ ഫ്ലവറൊക്കെ വരും. പക്ഷെ പ്ലാന്റ് കാണാനൊരു ഭംഗിയുണ്ട്, ഒരു ഉഷാറുണ്ടാവില്ല, ഒരു മുരടിച്ച അവസ്ഥയാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ പ്ലാന്റിൽ ഒന്നുകൂടെ ലീഫും കാര്യങ്ങളും സ്റ്റെമ്മൊക്കെ ഒന്ന് വലുതായതിനു ശേഷം ഫ്ലവർ ചെയ്യാനുള്ള വളം കൊടുക്കുക. ഇപ്പോൾ വീണ്ടും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു NPK കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഞാൻ ഓർക്കിഡിനൊക്കെ ഗ്രോത്തിന് കൊടുക്കാറുള്ള മിറാക്കിൾ ഗ്രോ ആണ്. ഇത് 30-10-10 ആണ് കേട്ടോ ഇതിൻ്റെ NPK റേഷ്യോ വരുന്നത്. നൈട്രജൻ കൂടുതലാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇത് എല്ലാ ചട്ടികളിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതേ വളം ഒന്നുകൂടെ വേണമെങ്കിൽ കൊടുക്കാം. വളങ്ങളെപ്പോഴും നമ്മൾ വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിത് വൈകുന്നേരമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് കുറച്ച് വെളിച്ചം കുറവുണ്ട്. NPK കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 ആഴ്ച ആയിട്ടുണ്ട്. പ്ലാന്റൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാനുള്ള വളം കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ പൊട്ടാഷ് എടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ DAP എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പിന്നെ ന്യൂട്രീനൈൻ എന്ന് പറയുന്ന ഒരു വളമാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു ബൗള് നിറയെ DAP എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ബൗള് പൊട്ടാഷും ഒരു 1/4 ബൗളിൻ്റെ ഒരു 1/4 ഭാഗം ഈ ന്യൂട്രീനൈനുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഇത്രയാണ് കേട്ടോ ഓരോ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണ്. അതായത് പോട്ടിൻ്റെ വലുപ്പവും അതേപോലെ പ്ലാന്റിൻ്റെ സൈസും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ വളം ചെയ്യേണ്ടത്. ഒരിക്കലും വളം കൂടി പോകരുത് കേട്ടോ. ഞാൻ ഏകദേശം ഇത്രേ ഇട്ട് കൊടുക്കണുള്ളൂ.
എന്ത് വളം ചെയ്യണതിന് മുന്നേ നമ്മൾ പോട്ടിലെ മണ്ണ് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മേൽമണ്ണ് മാത്രം കേട്ടോ, റൂട്ടൊന്നും പൊട്ടി പോകരുത്. എൻ്റെ ടൂള് കണ്ടിട്ട് നിങ്ങളാരും കളിയാക്കരുത്. ഇതൊരു പഴയ കത്രിക കേട് വന്നതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പണിക്ക് ഇത് നല്ല മാച്ചാണ്. ഇനി ചട്ടിക്ക് ചുറ്റിലുമായിട്ട് വളമിട്ട് കൊടുക്കാം. ഒരിക്കലും വേരിനോട് ചേർന്ന് വളമിട്ട് കൊടുക്കരുത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാ ചട്ടിയിലും ഞാൻ ഈ വളം ഇട്ട് കൊടുത്തു കേട്ടോ. എന്ത് വളം ചെയ്താലും നമ്മൾ അപ്പം തന്നെ നനച്ചു കൊടുക്കണം. ഇനി ഡെയിലി ഒരു 3-4 ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും നനയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അഡീനിയം ഫ്ലവർ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.